ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാം. ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്കൊരു അടിപൊളി ഒരു ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങാം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും ഒത്ത നടുവിലാണ്. ഊർക്കടവ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണുള്ളത്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു വീഡിയോ ഞാൻ ചെയ്തതാണ്. അന്ന് വെറും 1000 രൂപയ്ക്കും 2000 രൂപയ്ക്കും ബിസിനസ് തുടങ്ങാൻ വേണ്ടി ജനങ്ങളെ പഠിപ്പിച്ച ആ തമ്പുരാൻ ചേട്ടനാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. നമസ്കാരം. ഹായ്, നമസ്കാരം. നമ്മൾ 2 വർഷങ്ങൾക്ക് ഇപ്പുറം വന്നപ്പോൾ വൻ സെറ്റപ്പിലേക്ക് മാറി അല്ലേ? അതെ അതെ. അന്ന് എനിക്ക് തോന്നുന്നു ചെറിയൊരു ചെറുകിട കച്ചവടക്കാരെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു നമ്മുടെ, അല്ലേ? അതെ അതെ. ഇന്നിപ്പോ അത് മാറി കോടികൾ മുടക്കിയിട്ടുള്ളൊരു ലെവലിലേക്ക് മാറി. അതെ, ഇന്നിപ്പോ കോടികളുടെ ഇൻവെസ്റ്റ്മെന്റിലാണ് നമ്മുടെ ബിസിനസ് നയിക്കുന്നത്. അതെ, ഇന്ന് അതിനെ സഹായിക്കാനും ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. ഇനിയും ഒരുപാട് പേർക്ക് അതിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, അന്ന് 1000-2000 രൂപയ്ക്കൊക്കെ നമ്മൾ ബിസിനസ് ചെയ്യിപ്പിച്ചായിരുന്നു ഒത്തിരി പേര്. ആയിരക്കണക്കിന് ആൾക്കാർ, ആയിരക്കണക്കിന് 10,000-കണക്കിന് എന്നൊക്കെ പറയേണ്ടി വരും. അതെ, ഇന്ത്യയില് നമ്മുടെ ആ സാധനങ്ങൾ പോകാത്ത, അന്നത്തെ സാധനങ്ങൾ പോകാത്ത സംസ്ഥാനങ്ങൾ തന്നെ 5000 രൂപയ്ക്ക് നമ്മളൊരു ബിസിനസ് കൊടുക്കാന്ന് പറഞ്ഞത് അത് എങ്ങനെ സെറ്റപ്പ് ആകും? തീർച്ചയായും നടക്കുമെന്നറിയാം. 1000-2000 നടത്തിയ ആളാണ്. അപ്പൊ ഈ 5000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരാൾക്ക് ബിസിനസ് ചെയ്യാവുന്നതല്ലേ? ഒരു സാധാരണക്കാരായ ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ 1000-2000 രൂപയുടെ ബിസിനസ് നേരത്തെ അനൗൺസ് ചെയ്ത് അതിൽ തന്നെ ആയിരക്കണക്കിന് ആൾക്കാരാണ് നമ്മുടെ മെമ്പർമാരായിട്ടുള്ളത്. ഇന്നിപ്പം കമ്പനി അതിന്റെ പിന്നിൽ എല്ലാവരുടെയും ഒരു സഹായവും സഹകരണം കൊണ്ടാണ് ഇത്രയും വളർച്ചയിലെത്തിയത്. നിങ്ങൾ തന്നെയാണ് അല്ലേ? അത് തീർച്ചയായും. കാര്യം എന്നെ എന്തുവാ പറയുന്നത്, ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ആ സഹായം കൊണ്ട് ഇന്നിപ്പം അറിയപ്പെടുന്ന ഒരു വലിയ കമ്പനിയാക്കി മാറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കമ്പനി ISO സർട്ടിഫൈഡ് ആണ്, ട്രേഡ് മാർക്കുണ്ട്, ഇങ്ങനെ മറ്റെല്ലാവിധ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും കാഴ്ചകളൊക്കെയാണ് കേട്ടോ. ഇവരുടെ ഇപ്പോഴത്തെ ആ ഒരു ഓഫീസും ആ ഒരു സെറ്റപ്പും ഒക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. ഞാൻ മൻസൂർ മുഹമ്മദ് റാവിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് നമുക്ക് നിലവിലുള്ളത്? നിലവിലിപ്പോൾ നമുക്ക് 70 തരം പ്രോഡക്റ്റാണ് നമ്മൾ ഓൺ പ്രോഡക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ തന്നെ ചെയ്തെടുക്കുന്ന പ്രോഡക്റ്റുകളാണ് ഇത്. എല്ലാവർക്കും എപ്പോഴും ആവശ്യമുള്ള നിത്യോപയോഗം എന്ന് വേണം പറയാം, നിത്യോപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതിൽ പ്രധാനമായിട്ട് നേരത്തെ തുടക്കകാലത്ത് എനിക്ക് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പോഴും പ്ലസ് മസാല അങ്ങനെയൊക്കെയാണ്. അതിപ്പോഴും പിന്തുടർന്ന് വരുന്നുണ്ട്. അതിൻ്റെ ആൾക്കാർ ഒരു സൈഡിലുണ്ട്. പക്ഷേ ഇന്നിപ്പം കുറെ കൂടെ ഹൈലൈറ്റ് ആയിട്ട് 10-25 പരം മിഷനറികൾ സ്ഥാപിച്ചുകൊണ്ട് നമ്മളൊരു പുതിയ സംരംഭമാണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം 10-25 സ്റ്റാഫും. അതെ അതെ അല്ലേ? അന്ന് എനിക്ക് തോന്നുന്നു അന്ന് എത്ര 6 പേര് 5-6 പേരെ അന്ന് സ്റ്റാഫ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് ഈ 2 വർഷം കൊണ്ട് 25-26 സ്റ്റാഫുകളിലേക്ക് വളർന്നു എന്നുള്ളതാണ് വളരെ വലിയൊരു സന്തോഷമുണ്ട് കേട്ടോ. നമ്മളൊക്കെ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമെങ്കിലും ഭാഗമാക്കാൻ സാധിച്ചതിൽ വലിയൊരു സന്തോഷമുണ്ട്. നമുക്ക് അതിലുപരി അഭിമാനവും തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും മൻസൂറിന്റെ അന്നത്തെ വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു ഗെറ്റപ്പിലേക്ക് വരാൻ ഉണ്ടായ തീർച്ചയായും ഇനിയും നമ്മുടെ എല്ലാ സഹകരണവും ഉണ്ടാവും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം പുട്ടുപൊടി. ഇത് ഉണ്ടാക്കുന്ന വിധം, 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 3/4 ഗ്ലാസ് വെള്ളം, 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 20-25 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം പുട്ടുണ്ടാക്കിയാൽ നല്ല പൂ പോലത്തെ പുട്ടായിരിക്കും. പുതിയ വേറൊരു ഐറ്റാണ് ചക്ക. സാധാ നമ്മൾ നാട്ടിൽ കിട്ടുന്ന സാധാ നല്ല ചക്ക, ഡീഹൈഡ്രേറ്റ് ചക്ക ഡ്രയറിലിട്ട് ഉണക്കി പാക്ക് ചെയ്യുന്നതാണ്. ചക്ക വെട്ടിപ്പൊളിച്ച് ഡ്രയറിലിട്ട് ഉണക്കി ഇതിൽ പാക്ക് ചെയ്യുന്നത്. 1 വർഷം വരെ ഈ ചക്കക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഇത് അങ്ങനെ ഒന്ന് ഇവിടെ കത്രികനോട് വെട്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലിട്ട് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് ഒന്ന് വേവിച്ചാൽ നല്ല അടിപൊളി ചക്കക്കൂട്ടാനാവും. 1 വർഷം വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മളൊരു മാസ്റ്റർ പീസ് സാധനമാണ്. ഇതെന്ന് പറയുന്നത് നമ്മളെ ഇപ്പോഴത്തെ ഈ കുട്ടികളൊക്കെ അല്ലേ, പെൺകുട്ടികളൊക്കെ മുഖത്ത് തേക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ക്യാരറ്റ് പൗഡർ, പിന്നെ പപ്പായൻ്റെ പൗഡർ, ഗ്രീൻ ബനാന പൗഡറാണ്. 15 വയസ്സ് മുതൽ ഒരു 20 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് തടി കൂടാനുള്ള മരുന്നാണ്. കുന്നങ്കായൻ്റെ പൗഡർ ഉണ്ട്, കുന്നങ്കായ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന. ഇത് കുന്നങ്കായ പൗഡറാണ്. അതിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്.
ഈ ചിപ്സ്, ഇത് കുന്നങ്കായ ചിപ്സ് ആണ്, ഒരു വെറൈറ്റി ആയിട്ടാണ്. ഇത് നമ്മൾ മിക്സിന്റെ ജാറിലിട്ട് ഒന്ന് പൊടിച്ച് കുറച്ച് പാലിലോ എന്തെങ്കിലും ആക്കി കുറുക്കി കുട്ടികൾക്ക് കൊടുക്കാം. ഇത് നമ്മൾ സാധാ നമ്മളെ നല്ല കോസിയുള്ള അണ്ടിപ്പരിപ്പാണ്. ഇത് നമുക്ക് ആദ്യമുള്ള സാധനങ്ങളാണ്. ഇത് നമ്മളെ പുട്ടുപൊടി. ഇത് ഗോതമ്പ് മുളപ്പിച്ച് ഷുഗറിനൊക്കെ നല്ല സാധനങ്ങളാണ്. ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഗോതമ്പ് മുളപ്പിച്ചിട്ട് പുട്ടുപൊടിയാക്കിയത്. ഇതേപോലെ രാഗി മുളപ്പിച്ചിട്ട് പുട്ടുപൊടിയാക്കിയത്. ഇത് ഏലക്കായ, ഇത് ചിപ്സ്, ഇത് നമ്മളെ വെറൈറ്റി ഐറ്റം ചക്ക. ടോപ്പിൽ ഹണി ഫ്രൂട്ട്സ്, ഹണി, അതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, പംകിൻ സീഡ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ഉണ്ടാക്കിയ ഒരു ഇതാണ് ഒരു ഡ്രൈ ഫ്രൂട്ട്സ്. ഡ്രൈ ഫ്രൂട്ട്സ്. ഒണിയൻ ഡീഹൈഡ്രേറ്റ്, ഈ ഒണിയൻ ആണ് നമ്മൾ അത് മസാല സ്പൈസസ്. ഇത് നമ്മളെ ഫസ്റ്റ് സാധനം നമ്മുടെ തുടക്കം നമ്മളെ റെഡിയാ നമ്മളെ ഈ നിലയിൽ എത്തിച്ച ഐറ്റാണ്. അതിന്റെ താഴത്തുള്ള ക്യാഷിനിട്ട് അതും പംകിൻ സീഡ് ഉണ്ട്, പിന്നെ സൺഫ്ലവറിന്റെ ചിയാ സീഡ്സ് ഉണ്ട്, ഫ്ലാക്സ് സീഡ്സ് ഉണ്ട്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ വിവിധ ഇനം ഡ്രൈ ഫ്രൂട്ട്സുകള്, ചമ്മന്തിപ്പൊടി. ഇത് ദോശ, നമ്മളെ പുളിദോശ ഉണ്ടല്ലോ ഉണ്ടാക്കുന്നത്, ആ ദോശ കഴിക്കാനുള്ള ചമ്മന്തിയാണ്. രാമശ്ശേരിയുടെ കൂട്ടത്തില് കിട്ടുന്ന ടൈപ്പ് ആ ചമ്മന്തിപ്പൊടിയാണ്. അങ്ങനെ 10-70ഓളം പ്രോഡക്റ്റുകളാണ്, 70-ൽ കൂടുതൽ പ്രോഡക്റ്റുകളുണ്ട്.